ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഒബീറ്റോന്റെ സ്റ്റോറിയാണ് കാണാൻ പോകുന്നത്. ഗൈസ്, ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഉച്ചിക ഈ കാണുന്നതിന് ഏറ്റവും പവർഫുൾ ആയിട്ട് ഒബീറ്റോന്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് തന്നെ ആണ് ഒബീറ്റോ. അങ്ങനെ ഒബീറ്റോന്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അതിനുശേഷം നമ്മുടെ ഒബീറ്റോ പിറക്കുന്ന വളർന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം അവൻ വന്നതിന് ശേഷം അവൻ ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ്. അവൻ പിറന്നതിന് ശേഷം ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ്. വീക്കസ്റ്റ് ഹീറോ ആയിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം അവന് വലിയ വീക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവനെ കൊണ്ട് എല്ലാ ജുട്സ് യൂസ് ചെയ്യാൻ കഴിയും, പക്ഷെ ജുട്സ് ഒക്കെ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കക്കാഷി റിന്നു അതിനകത്തിരിപ്പുണ്ട്. ഏകദേശം ഒബീറ്റോ തോറ്റുപോയാൽ മോട്ടിവേഷൻ കൊടുക്കുന്നത് റിന്നാണ്. ഒബീറ്റോ ചെറിയ കാര്യം ചെയ്താൽ പോലും കൈ കൊട്ടുന്നതും റിന്നാണ്. ഒബീറ്റോയ്ക്ക് എന്തെങ്കിലും ആയിപ്പോയാലും പെട്ടെന്ന് ഓടി വരുന്നത് റിന്നാണ്. എല്ലാം റിന്നാണ്. അപ്പോൾ എല്ലാത്തിനും റിന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഒബീറ്റോയ്ക്ക് ക്രഷ് തോന്നുന്നത്. അതിനുശേഷം നമ്മുടെ കക്കാഷിക്ക് ഉണ്ട്. കക്കാഷി അതിനകത്തുകൊണ്ട് കക്കാഷി എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് കക്കാഷി അവന് ഇഷ്ടമില്ല. അതിനുശേഷം രണ്ടുപേരും ഇപ്പം എപ്പോഴും വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവനെ വഴക്ക് നിർത്താൻ നമ്മുടെ റിന്നാണ് ഇടയിൽ കയറി വരുന്നത്. അങ്ങനെ അവസാനം എല്ലാം ഫൈറ്റിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദ ഗ്രേറ്റ് വാർ നടക്കുമ്പോഴത്തേക്കും എല്ലാം നടക്കുകയാണ് ഈ വാറിനകത്ത്. അങ്ങനെ അപ്പോഴാണ് വാർ നടക്കുമ്പോഴാണ് നമ്മുടെ ഒബീറ്റോനെ ഷെറിങ്ങൻ അവയ്ക്കാനാകുന്നത്. അങ്ങനെ ഷെറിങ്ങൻ അവയ്ക്കാനായതിനു ശേഷം വലിയൊരു കല്ല് വരികയാണ്. അപ്പോൾ നേരെ കക്കാഷി നിൽപ്പുണ്ട്. അപ്പോൾ ഒബീറ്റോ നേരെ ഓടിപ്പോയി കക്കാഷിയെ എടുത്ത് മാറ്റിയിട്ട് അവൻ്റെ മേത്ത് ആ കല്ല് വീഴുകയാണ്. എല്ലാ കല്ലും വന്ന് മൂടിയപ്പോൾ റിന്ന് ഭയങ്കരമായിട്ട് കരയുകയാണ് ഒബീറ്റോയെ ഓർത്തിട്ട്. അപ്പോൾ നമ്മുടെ കക്കാഷിയും അവിടെ കിടന്ന് കരയുകയാണ്. അപ്പോൾ റിന്നിൻ്റെ അടുത്ത് ഒബീറ്റോ പറയാണ്, എനിക്ക് സമയമില്ല, നീ വേഗം എൻ്റെ അപ്പുറത്തെ കണ്ണിലിരിക്കുന്ന ഷെറിങ്ങിനെടുത്ത് കക്കാഷിക്ക് കൊടുക്കാൻ. അപ്പോൾ കൊടുക്കാൻ പറയാം. അപ്പോൾ കക്കാഷിക്കാണെങ്കിൽ അവൾ ആ ഷെറിങ്ങിനെടുത്ത് വെച്ച് കൊടുത്തിട്ട് എല്ലാം തീർന്നെന്ന് വിചാരിക്കുമ്പോഴാണ് അവന് പകുതി ജീവനോടെ തന്നെ മദാറ എടുത്തുകൊണ്ട് പോവുകയാണ്. മദാറ എടുത്തുകൊണ്ട് കൊണ്ടുപോയി അവന് ട്രെയിനിങ് കൊടുത്ത് അവനെ വീണ്ടും വലിയൊരാളാക്കുകയാണ്. അവനൊരു ഹീറോ ആയിട്ട് വരികയാണ്. പോയി നോക്കുമ്പോൾ കക്കാഷി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് റിന്ന് ഇടയിൽ കയറി വരുമ്പോൾ റിന്നിൻ്റെ ദേഹത്ത് അറിയാതെ ഈ കൈ കൊള്ളുന്നതാണ് അവൻ കാണുന്നത്. അപ്പോൾ റിന്ന് താഴെ വീഴുന്നു, കക്കാഷിയും ബോധം കെട്ട് വീഴുന്നു. അതാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഒബീറ്റോ കാണുന്നത്. അതിനുശേഷം ഒബീറ്റോ മദാറ എടുത്ത ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഞാൻ പോവുകയാണ് ഇവിടെ ഇരുന്നെന്ന്. അപ്പോൾ വൈറ്റ് സെൻസും അവൻ്റെ കൂടെയുണ്ട്. ഹഷീറ മസൽസിൻ്റെ കയ്യും അവന് കിട്ടിയിരുന്നു. അവൻ പറഞ്ഞിട്ട് വരുമ്പോൾ മദാറ പറയൂ, എന്തെങ്കിലും ഒരു ദിവസം നീ ഇവിടെ തന്നെ വന്നിരിക്കുമെന്ന്. അപ്പോൾ പറയൂ, ശരി എന്നാൽ നമുക്ക് നിൽക്കാൻ സമയമില്ല, ഞാനെന്നാൽ പോയി അവരെയൊക്കെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒബീറ്റോ വരികയാണ്. വരുമ്പോൾ ഈ കണ്ടോടനെ അവിടെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വേറെ ലീഫ് വില്ലേജിലും മറ്റൊരു വില്ലേജിലും ഫൈറ്റ് നടക്കുമ്പോഴായിരുന്നു. അങ്ങനെ മറ്റൊരു വില്ലേജിൽ ഇതിനെല്ലാം കാരണം ആ വില്ലേജിനെ ഉള്ള എല്ലാ ഷിനോബീസിനെയും അവിടെ ഒബീറ്റോ കൊല്ലുകയാണ്. എന്നിട്ട് ഒബീറ്റോ ഈ ലീഫ് വില്ലേജിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഒബീറ്റോ ഭയങ്കര പവർഫുള്ളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വന്നതിന് ശേഷം ഫൈറ്റ് നടത്തുകയുള്ളൂ. അങ്ങനെ ഒബീറ്റോവും മദാറയും കൂടി ചേർന്ന് അവിടെ ഗ്രേറ്റ് വാർ നടത്തുകയാണ്. അത്ര പവർഫുൾ ആവുകയാണ് ഒബീറ്റോ. പിന്നെ ഭയങ്കര പവർഫുൾ ആയതിനു ശേഷം എല്ലാ ഗ്രേറ്റ് വാർ നടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ ഒബീറ്റോ മദാറയോട് ചേർന്ന് ഗ്രേറ്റ് വാർ നടത്തുകയാണ്. വലിയൊരു ഉച്ചയാണ്. അത്ര വലിയ ഒരു ഗ്രേറ്റ് വാർ ഗൈസ്. പിന്നെ റൊണാൾഡോ ഇഷ്ടമുള്ള റൊണാൾഡോയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമാൻഡ് ഇടുക. റൊണാൾഡോയ്ക്ക് ഇഷ്ടമുള്ള ഫാൻസ് കാര്യങ്ങൾ കമാൻഡ് ഇടുക. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമാൻഡ് ഇടുക. ഓക്കെ ഗൈസ്, നമുക്കെന്നാൽ കഥയിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ദ ഫോർത്ത് ഗ്രേറ്റ് വാർ തുടങ്ങുകയാണ്. നമ്മുടെ ഒബീറ്റോ തുടങ്ങി വയ്ക്കുകയാണ്. റിൻ എന്നൊരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയും ചെയ്യുന്നത്. അത്ര പവർഫുള്ളായി അവൻ എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ കക്കാഷി അതിനകത്തുണ്ട്. അങ്ങനെ ഒബീറ്റോ വലിയ പവർഫുൾ 10 days ചിഞ്ചുരിക്കായി മാറുകയാണ്. അതിനുശേഷം റിനേഷർ ഇൻഫിനിറ്റ് കുയോമി വരെ അവനെ കൊണ്ട് എടുക്കാൻ കഴിയും. അത്ര പവർഫുൾ ആവുകയാണ് ഒരു ഷെറിങ്ങൻ വെച്ച് തന്നെ. റിയലി എല്ലാവരുടെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഒരു കാര്യമുണ്ട്. ഉച്ചിഹാസിൻ്റെ എല്ലാം ഒരു വീക്ക്നെസ് ആണ് ദ ഷെറിങ്ങൻ എന്ന് പറയുന്നത്.
അവരുടെ വീക്ക്നെസ് അല്ല, അവരുടെ പവറാണ് ഷെറിങ്ങൻ. അവർക്ക് കുറേ വട്ടത്തിന് മേളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് തന്നെ ഒരു വീക്ക്നെസ് ആയി മാറും. അങ്ങനെയാണ് സാസ്കയ്ക്ക് വീക്ക്നെസ് ആകുന്നത്. അതൊരു വലിയൊരു വീക്കായിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം സംഭവിക്കുന്നത് എന്തോന്ന് വെച്ചാൽ, പക്ഷെ ഒബീറ്റോയ്ക്ക് മദാറയ്ക്ക് പോലും ഇതാണ് കണ്ണിന്റെ, അവൻ ഷെറിങ്ങൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഷെറിങ്ങനും റിനേഗനും യൂസ് ചെയ്യുന്നത്. ഷെറിങ്ങൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും തുടങ്ങുമ്പോൾ റിനേഗൻ യൂസ് ചെയ്യും. റിനേഗൻ യൂസ് ചെയ്ത് വരുമ്പോൾ ഷെറിങ്ങൻ യൂസ് ചെയ്യും. റിനേഗൻ ഷെറിങ്ങൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ കാരണം ഇതാണ്. പക്ഷെ ഒബീറ്റോയ്ക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അവൻ്റെ ഒരു ഷെറിങ്ങൻ തന്നെ 10 ഷെറിങ്ങൻ അത്രയും പവേഴ്സ് ആണ്. അവന് ഒരു ദിവസം 1000 വട്ടം യൂസ് ചെയ്താൽ അവൻ്റെ കണ്ണിന് ഒരു പ്രശ്നം പറ്റത്തില്ല. കൂടെ റിനേഗനും കൂടി അവനുണ്ട്, പിന്നെ പറയണോ? അവനപ്പോൾ എത്ര പവർഫുൾ ആയിരിക്കും. റിനേഗൻ യൂസ് ചെയ്താൽ ഷെറിങ്ങൻ യൂസ് ചെയ്താൽ അവന് ഒന്നും സംഭവിക്കുകയില്ല. അവൻ്റെ കണ്ണിന് ഒന്നും സംഭവിക്കില്ല. മദാറയ്ക്ക് പോലും എന്തെങ്കിലും സംഭവിക്കും, പക്ഷെ അവൻ്റെ കണ്ണിനൊന്നും സംഭവിക്കില്ല ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒബീറ്റോ 10 ടൈംസ് ഇഞ്ചുറിക്കായി ഹഷിറാമയെക്കാട്ടിൽ പവർഫുൾ ആകുന്നു. അവൻ്റെ പേര് ടോബിയൊക്കെ ആക്കുന്നു. അങ്ങനെ. പക്ഷേ അതിന് മുമ്പിട്ട്, ഈ ഫൈറ്റിന് മുമ്പിട്ട് അക്കാറ്റ്സുക്കിയിലേക്ക് നമ്മുടെ ഒബീറ്റോ വരികയാണ് ഗൈസ്. ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഒരു മിസ്റ്ററി ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒബീറ്റോ മദാറയെ പോലെ വന്ന് എല്ലാവരെയും പറ്റിക്കുകയാണ്. എന്നിട്ട് ഇറ്റാച്ചി അക്കാറ്റ്സുക്കി വരുത്തിയതും നമ്മുടെ ഒബീറ്റോയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മിസ്റ്ററായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒബീറ്റോ ആണ് ഇറ്റാച്ചിനെ അക്കാറ്റ്സുക്കി കൊണ്ടുവന്നതും. ഒബീറ്റോയിൻ്റെ പേര് ടോബിന്ന് ഒബീറ്റോ ആക്കി. മദാറയുടെ വേഷം ഇടുകയും ചെയ്തു. സസോരിക്ക് ശേഷം ഒബീറ്റോയാണ് ഡെയ്തറയുടെ വലിയ ആളായിട്ടിരുന്നത്. ഇതായിരുന്നു ഇടയിലുള്ള മിസ്റ്ററി. എല്ലാവരും ഒബീറ്റോയിനെ മദാറയായിട്ട് കാണാനുള്ള ഇതാണ് കാരണം. അവൻ്റെ മദാറയുടെ പവർ ഉണ്ടല്ലോ, ചക്രയുണ്ടല്ലോ, പിന്നെന്തോ മദാറ ആകുന്നതിലെന്ന് പറഞ്ഞാൽ അവനങ്ങനെ ആവുകയാണ്. അതിനുശേഷം ലാസ്റ്റ് ദ വാറിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നറൂട്ടോ രസങ്കൻ വെച്ച് ഒരു പഞ്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഒബീറ്റോൻ്റെ മാസ്ക് പൊട്ടുന്നത്. അപ്പോഴാണ് കാണുന്നത് ഇത് ഒബീറ്റോ ആയിരുന്നെന്ന്. എല്ലാവരും ഒബീറ്റോൻ്റെ മുഖം കണ്ടിട്ട് പേടിക്കുകയായിരുന്നു. കാരണം മദാറ ഉച്ചിഹയുടെ കാട്ടിൽ ഭയങ്കര ഒരു കോൾഡസ്റ്റ് മുഖമായിരുന്നു അത്. ഇങ്ങനെയുള്ളൊരു മുഖമോ, ഇതിനു മുമ്പിട്ട് ഒബീറ്റോ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോവുകയാണ് ഒബീറ്റോ ജിൻചുരിക്കിയെ കണ്ടിട്ട്. അത്ര പവർഫുള്ളായിട്ട് ഒബീറ്റോ ഇങ്ങനെ തുരിശോക്കിക്കൊണ്ട് തന്നെ എല്ലാവരും ഫൈറ്റ് ചെയ്യുകയാണ് ഒബീറ്റോ. അതിന് ശേഷം ലാസ്റ്റ് ഒബീറ്റോ പറയുന്നു, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഒബീറ്റോ ഫൈറ്റിന് സഹായിക്കുകയാണ് മദാറെ. ഇങ്ങനെ സെറ്റ്സു മദാറെ കൊന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കഗുയയും ഇവരുള്ള ഫൈറ്റിൽ നമ്മുടെ ഒബീറ്റോ മരിക്കുകയാണ്. കക്കാഷി ഒത്തിരി സഹായിച്ചതിന് ശേഷം ഒബീറ്റോ മരിക്കുകയാണ്. കാമുയി വെച്ച് കക്കാഷിക്ക് ഒബീറ്റോയ്ക്ക് 2 പേർക്കും ഒന്ന് കൊടുത്തിരുന്നു. കഗുയ 2 പേർക്ക് അറ്റാക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഒബീറ്റോ 2 പേരുടെ ചെയ്യാൻ പറ്റത്തില്ല ഒരേ സമയം കാമുയി വെച്ച്. അത് കാരണം കക്കാഷിയുടെ കാമുയി എടുക്കുന്ന സമയം കൊണ്ട് കക്കാഷിയുടെ കാമുയി ഇവൻ്റെ ദേഹത്തങ്ങ് വന്ന് വീണ്ടും ഒബീറ്റോ മരിക്കുകയാണ്. ഒബീറ്റോ മരിക്കുമ്പോഴത്തേക്കും ഒബീറ്റോൻ്റെ 2 ഷെറിങ്ങ്, ഒബീറ്റോൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ ചക്രയും നമ്മുടെ ഈ കക്കാഷിക്ക് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അവൻ ഫുള്ള് പൊടിയായി മാറുന്നു. അവൻ പറയാണ്, പൊടിയായി മാറുന്നതിന് മുന്നേ ഒന്ന് പറയുവാണ്, കക്കാഷി എല്ലാത്തിനും സോറി എല്ലാം അവൻ സോറി എന്നല്ല, സോറിന്ന് മുമ്പിട്ട് എല്ലാം അവൻ പറഞ്ഞിട്ട് ഇന്നാ എൻ്റെ ചക്ര എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഷെറിങ്ങും കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് എല്ലാം അവൻ കൊടുത്തിട്ട് പോവുകയാണ്. പോയതിന് ശേഷം കാണുന്നത് റിന്നിൻ്റെ കൂടെ സ്വർഗത്തിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അതിനുശേഷം അവൻ വലിയ സുസാനു എടുക്കുന്നു കക്കാഷി. അതായത് നോൺ ഉച്ചീഹയിൽ പെടുന്ന അല്ലാതെ തന്നെ സുസാനു എടുത്തിരിക്കുന്ന ഒറ്റൊരാളെന്ന് വെച്ചാൽ അത് കക്കാഷി മാത്രമാണ്. കക്കാഷി മാത്രമാണ് ഉച്ചീഹ അല്ലാതെ എടുത്തിരിക്കുന്നത്. ദ നോൺ ഉച്ചീഹ ഇത്ര ശക്തി എടുക്കുന്ന ആദ്യമായിട്ടാണ്. ഹട്ടാക്കെ ക്ലാനിൽ നിന്നുണ്ട് ഉച്ചീഹ ക്ലാൻ്റെ പവേഴ്സ് എടുക്കുന്നത് ഗൈസ്. ഇതുപോലെ പവേഴ്സ് ഒക്കെ എടുക്കുന്ന നമ്മുടെ ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ, അത് കക്കാഷി കൊണ്ടാണ്. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് കക്കാഷിയെ പറ്റിയല്ല, ഇവിടെ ഇപ്പോൾ ഒബീറ്റോയെ പറ്റിയൊക്കെ ഒബീറ്റോ ടെൻഡൻസി ജൂനിറ്റിയായി മാറുന്നു.
പക്ഷെ അവൻ റീനേബർത്ത് എടുക്കുന്നു, അത് മദാറയ്ക്ക് കൊടുക്കുക, മദാറ അതെടുക്കുന്നു. അങ്ങനെ ഭയങ്കര ഇതായിട്ട് അവസാനം അവനെ കൊണ്ട് മദാറയെ അതിനുശേഷം അല്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇറ്റാച്ചി ഇറ്റാച്ചി ഉച്ചീഹയെ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ ഒബീറ്റോ, അതാവെന്ന് വെച്ചാൽ സ്ട്രോങ്ങസ്റ്റ് നിഞ്ചാനെ കൊണ്ടുവന്ന് ഒബീറ്റോ ഇറ്റാച്ചിയെക്കാട്ടിൽ പവർഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ടെൻസൈ സെഞ്ചുറിക്ക് എടുക്കുന്നു. ഇറ്റാച്ചിയെക്കാട്ടിൽ പവർഫുൾ ആരെ കൊണ്ട് പറ്റില്ല, അവൻ്റെ അത്ര റേഞ്ചിന് ഈ വന്നിരിക്കുകയാണ് നമ്മുടെ ഒബീറ്റോ. അത്രയും വലിയ പവർഫുൾ ആയിട്ട് നമ്മുടെ ഒബീറ്റോ അത്രയും വലിയ പവർഫുൾ ആയിട്ടാണ് നമ്മൾ ഒബീറ്റോ ഇരിക്കുന്നത്. അതിന് കാരണം ഒറ്റൊരു കാരണമേ ഉള്ളൂ, അതാണ് അവൻ 10 ഡൈസ് സെഞ്ചുറിക്ക് ആയിരിക്കുന്നു ഗൈസ്. അതിനുശേഷം അവനെ കക്കാശി കുത്തുന്നു, പക്ഷെ അവനൊന്നും ആകുന്നില്ല. അവൻ പറയുന്നു ഐ ആം ഇൻ വിത്തൗട്ട് മൈ ഹാർട്ട് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ അവൻ ഹാർട്ടില്ലാതിരിക്കുകയാണ്, പക്ഷെ അവന് ജീവിക്കാൻ പറ്റും. അവൻ പറയുകയാണ് എനിക്കാരുമില്ല, പക്ഷെ നിനക്കെല്ലാവരും ഉണ്ട്, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നിനക്ക് പക്ഷെ എല്ലാവരും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കക്കാശിക്ക് ഒത്തിരി സങ്കടം വരികയാണ്. അങ്ങനെ എല്ലാവരും സമാധാനത്തോടെ പോകുന്നു. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഒബീറ്റോ എത്രയൊക്കെ തന്നെ മരിച്ച അവനൊരു ഒക്കാഗെ ആണ്ടിയതാണ്. അതിനുശേഷം ഒബീറ്റോ എത്രയൊക്കെ മരിച്ചാലും ഗൈസ് ഒരു മിസ്റ്ററി ഉണ്ട്. ലാസ്റ്റ് നമ്മുടെ പാസ്റ്റിനെ തന്നെ മാറ്റിമറിച്ച് നമ്മുടെ നറൂട്ടോ പാസ്റ്റിനെ തന്നെ മാറ്റിമറിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഒബീറ്റോ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കഗുവിൻ്റെ ഫൈറ്റിൽ നമ്മുടെ ഒബീറ്റോ കക്കാശി രക്ഷിക്കുകയാണ്. ഇത്രയും ആയിരിക്കുന്നു ഗൈസ്. ഈ ഫുൾ സ്റ്റോറി ഞാൻ ഇട്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, ബൈ 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 ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് നൗ.